ഗഗൻ ഇന്ന് അമ്മാവനെയും കൂട്ടി വരുമെന്നാ ഇന്ദുമതിയോട് പറഞ്ഞത്. ഇന്ദുമതി ജ്യോത്സ്യരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ജാതകം നോക്കി പൊരുത്തുറപ്പിച്ചാല് വിവാഹത്തിന് മുഹൂർത്തം ഇന്ന് തന്നെ കുറിപ്പിക്കാമെന്നാ ഇന്ദുമതി പറയുന്നത്. അവളുടെ ഗ്രഹനില എനിക്കറിയാവുന്നതുപോലെ ഞാനും ഒന്ന് നോക്കിയിരുന്നു. അതിൻ പ്രകാരം അവൾക്കുടനെ വിവാഹയോഗം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും ദേവി തീരുമാനിച്ച ദിവസം തന്നെ അവളുടെ വിവാഹം നടക്കും. വരന്റെ കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. വിദ്യാമ്മ നോക്കിയപ്പോ അത് ഗഗൻ തന്നെയാണെന്ന്. അതിപ്പോ പറയാൻ പറ്റില്ല കിഷൻ. ദേവിയുടെ തീരുമാനം മംഗല്യയോഗമുള്ള ദിവസം മാത്രമേ വരനെ നിശ്ചയിക്കാവുന്നാവൂ. പക്ഷേ വിവാഹശേഷമുള്ള അവളുടെ ജീവിതം ഒരു പുതിയ പരീക്ഷണ ഘട്ടമായിരിക്കും. ജീവിതം അത്ര സുഖകരമാവില്ല അവൾക്ക്. ദേവി, എന്റെ കുഞ്ഞ്. ഗഗനെ പോലെ ഒരാളാണ് ദേവി ചേച്ചിയുടെ ഭർത്താവായിട്ട് വരുന്നെങ്കിൽ വിദ്യാമ്മ പറഞ്ഞതുപോലെ ദേവി ചേച്ചിയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. എല്ലാത്തിനും കാരണമായി നിൽക്കുന്നത് ദേവീ സ്പർശമുള്ള ആ രക്ഷാമോതിരം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ആ മോതിരം കൈവിട്ടതോടെയാണ് ദേവൂട്ടിക്ക് ഇത്തരം അനർത്ഥങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത്. ഞാൻ അമ്മയോട് പറയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞു നോക്കി വിദ്യാമ്മേ. പക്ഷേ ഒരു തരത്തിലും അമ്മ ആ മോതിരം വിട്ടുതരാൻ തയ്യാറില്ല. നമുക്കെല്ലാവർക്കും കൂടി സന്ദീപേട്ടന്റെ അമ്മയെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ? ആ മോതിരം ചേച്ചിയുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എങ്കില് നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ വിദ്യാമ്മേ? ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. എങ്കിൽ വിദ്യാമ്മ കൂടെ ഒന്ന് കൂടെ വാ. വിദ്യാമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിലെ ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് നമുക്ക് പോവാം. വരൂ, കയറി വരൂ. എന്താ? അമ്മയെ കണ്ട് ദൈവത്തോട് മോതിരം തിരിച്ചു വയ്ക്കാൻ വന്നതാ വിദ്യാമ്മ. എല്ലാവരും കൂടെ കണ്ട് ഞാനങ്ങ് ഭയന്നു പോയല്ലോ. ഇതെന്താ, മോതിരം തിരിച്ചു വാങ്ങിക്കാൻ ജാതിയായിട്ടാണോ വരുന്നത്? ഞാനെന്താ വല്ല പിടിച്ചുപറിക്കാരിയോ മറ്റോ ആണോ? അവള് വന്ന് ചോദിച്ച ഈ നിൽക്കുന്ന വിദ്യാമ്മയുടെ സാന്നിധ്യത്തിൽ ഞാനിത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ജാതിയായിട്ട് ആൾക്കാരെയും കൂട്ടി വരുന്നത്? ക്ഷമിക്കണം, ദേവൂട്ടി ഒരിക്കലും അത് തിരിച്ചു ചോദിക്കില്ല. പക്ഷേ ആ മോതിരം അവളുടെ കയ്യിലില്ലെങ്കിൽ അവൾ ഒരുപാട് അനർത്ഥങ്ങളിൽ ചെന്നുപെടും. അതറിയാവുന്നതുകൊണ്ടാ ഞങ്ങളായിട്ട് അത് തിരിച്ചു ചോദിക്കാൻ വന്നത്. ദയവ് ചെയ്ത് ആ മോതിരം തിരിച്ചു തരണം. ഓ, അത് ശരി. അപ്പൊ ഞാൻ മോതിരക്കള്ളിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? അയ്യോ, വെറുതെ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? അങ്ങനെ ആരും ഉദ്ദേശിച്ചിട്ടില്ല. ദേവൂട്ടി സ്വയരക്ഷയെക്കുറിച്ച് ആലോചിക്കാതെയാണ് ആ മോതിരം നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ ശബ്ദം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടിയത്. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ഉപകാര സ്മരണയായി ആ മോതിരം അവൾക്ക് തിരിച്ചു നൽകിക്കൂടെ? ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ കഥയൊന്നും ആരും കൂടുതൽ വിസ്തരിക്കണ്ട. അതൊക്കെ അവളുടെ വെറും നാടകമായിരുന്നു. ദേവൂട്ടി എന്ത് നാടകം കളിച്ചിട്ടാണ് നിങ്ങൾക്ക് ശബ്ദം നഷ്ടമായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളും കൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടി എന്തെങ്കിലും മായാജാലം കാണിച്ചിട്ടാവും എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഞാൻ അവക്ക് ഈ മോതിരം നൽകാം. പക്ഷേ ഒരു നിബന്ധന,
അവള് നേരിട്ട് ഇവിടെ വന്ന് എന്റെ മകനെ അവള് പൂർണ്ണമായും എനിക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് നിങ്ങളെ സാക്ഷി നിർത്തി എനിക്ക് സത്യം ചെയ്തു തരണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേവു ചേച്ചി തന്ന മോതിരം തിരിച്ചു കൊടുത്ത് ഒരു നന്ദി പറയേണ്ടതിന് പകരം നിങ്ങൾ വീണ്ടും വിലപേശുവാണോ? അതെ, വിലപേശുക തന്നെയാണെന്ന് കൂട്ടിക്കോ. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? വേണ്ട, ആരും തർക്കിക്കണ്ട. സന്ദീപിന്റെ കാര്യത്തിൽ ദേവൂട്ടി നിങ്ങൾക്കൊരു ബാധ്യതയോ പ്രശ്നമോ ആവില്ല. അവളുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് ഇനി ദേവൂട്ടി വന്ന് അങ്ങനെ ഒരു ഉറപ്പ് തരേണ്ട കാര്യമുണ്ടോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളത് പറയാലോ. ദേ, എനിക്ക് അവളേക്കാൾ വിശ്വാസം ഇല്ലാത്തത് ഈ നിൽക്കുന്ന എന്റെ സ്വന്തം പുത്രനെയാ. അതുകൊണ്ട് അവൾ എനിക്ക് എന്റെ മുമ്പിൽ നിങ്ങളെ സാക്ഷി നിർത്തി എനിക്ക് വാക്ക് തരണം. എങ്കിലേ ഞാൻ ഈ മോതിരം തിരിച്ചു തരത്തുള്ളൂ. ശരി, നിങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർമ്മിച്ചോളൂ, അവനവൻ അർഹതയില്ലാത്ത കാര്യം കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നത് നല്ലതിനല്ല. അതിന്റെ ഭവിഷ്യത്ത് ഉടനെ അനുഭവിക്കേണ്ടി വരും. നമുക്ക് പോകാം. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? നീ മിണ്ടാതിരിയടാ. അവരുടെ കാര്യം പറഞ്ഞു, അതുപോലെ എനിക്ക് പറയാനുള്ളത് എനിക്കും പറയണ്ടേ? കണ്ടില്ലേ, അവക്ക് വേണ്ടി ഒരു പഞ്ചായത്ത് സഭയ്ക്ക് കൂടാനുള്ള ആൾക്കാരെയും കൂട്ടി മോൻ വന്നിരിക്കുന്നത് ഈ മോതിരം തിരിച്ചു കൊടുപ്പിക്കാനായിട്ട്. ഞാൻ കേട്ടു. മനഃപൂർവ്വം ഞാൻ ആ വിഷയത്തിൽ ഇടപെടാതിരുന്ന. പക്ഷേ ശ്രീകലാമ്മ വിദ്യാമ്മയോട് അങ്ങനെ മുഷിഞ്ഞു സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മുഷിഞ്ഞ് സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഞാനെന്താ കള്ളിയോ പിടിച്ചുപറിക്കാരിയോ മറ്റോ ആണോ ഇത്രയും ആൾക്കാരെയും കൂട്ടി ഇങ്ങോട്ട് വരാനായിട്ട്? അതല്ല ശ്രീകലാമ്മേ, അവർക്ക് ഈ ദൈവികമായ കഴിവുണ്ടെന്നല്ലേ പറയുന്നേ. അവൾക്ക് ദൈവികമായ കഴിവുണ്ടെങ്കിൽ അതിനേക്കാൾ ദൈവാനുഗ്രഹം ഉള്ളവരാ ഞങ്ങള്. അതുകൊണ്ടാ എന്റെയും തമ്പിയേട്ടന്റെയും കാര്യങ്ങളൊക്കെ നേരെയായത്. അല്ല, അവളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് നേരാണോ? കേട്ടല്ലോ, അങ്ങനെയാ വിദ്യാമ്മ പറഞ്ഞത്. ഇനിയിപ്പൊ നേരാണോ അതിലെന്തെങ്കിലും തരികിടയുണ്ടോന്നൊക്കെ ആർക്കറിയാം. എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഇനിയിപ്പൊ എന്റെ മോനായിട്ട് അതിന് തടസ്സം നിൽക്കുമെന്നാ എന്റെ പേടി. ആ, ഓഫീസിൽ നിന്നാ മാനേജർ. ഹലോ,